അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ സെക്ഷനിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് പഠിക്കുന്നത്, അതായത് സം കാണാനായിട്ട്. അപ്പോൾ Z1 എന്നുള്ള കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, അത് 1 + 2i ആണ്. Z2 എന്നുള്ളത് -3 + 6i. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ Z1 + Z2 കാണാൻ പറഞ്ഞാൽ നമ്മൾ 1ഉം -3യും ആഡ് ചെയ്യും, അതായത് റിയൽ പാർട്ടും ആഡ് ചെയ്യും. ഓക്കെ, അതായത് 1 - 3, 1 + -3 എന്ന് പറഞ്ഞാൽ 1 - 3 പ്ലസ് പിന്നീട് 2iയും 6iയും ആഡ് ചെയ്യും. 2i + 6i, i പാർട്ടുകൾ, അതായത് ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യും. 1 - 3യുടെ ആൻസർ -2 എന്നാണ്. 2i + 6i എന്നാൽ 8i. ഓക്കെ, ഇതുപോലെയാണ് അത് ആഡ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിന് Z1 = -1 + 9i, Z2 = -2 - 6i. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് Z1 + Z2 ആണ്. അതിൽ -1ഉം -2ഉം ആഡ് ചെയ്യും. -1 + -2. ഇനി 9iയും -6iയും ആഡ് ചെയ്യും. ഓക്കെ, പ്ലസ് 9i -6i. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്പർ എടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സൈനും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, -1 + -2 എന്നാൽ -3, 9i -6i എന്നാൽ +6i. ഓക്കെ, ഇതുപോലെയാണ് അഡീഷൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് മൈനസ് ചെയ്യാൻ, സബ്ട്രാക്ട്. ഓക്കെ, subtract Z1 = 1 + 3i from Z2 = -1 + 6i എന്നാണ് ക്വസ്റ്റ്യൻ. സബ്ട്രാക്ട് Z1 = 1 + 3i from Z2 = -2 + 6i. ഫ്രം എന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് Z2ൽ നിന്ന് മൈനസ് ചെയ്യാനല്ലേ പറയുന്നത്. സബ്ട്രാക്ട് Z1 ഫ്രം Z2. അപ്പോൾ Z2 - Z1 ആണ് കാണേണ്ടത്. -2 + 6i മൈനസ് ഒരു ബ്രാക്കറ്റ് തീർച്ചയായിട്ടും കൊടുക്കണം, മറന്നു പോകരുത്, 1 + 3i. അതായത് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ നമ്പർ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടാൻ മറക്കരുത്. Z2ൽ നിന്ന് Z1 മൈനസ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ -2 + 6i മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 + 3i ഇടണം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ -2 + 6i മൈനസ്, ഇനി മൈനസ് ഈ ബ്രാക്കറ്റിന് അകത്തേക്ക് എടുക്കണം. രണ്ട് നമ്പേഴ്സിനും മൈനസ് കൊടുക്കാം. -1 - 3i. അതായത് ഇനി നമ്മൾ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യണം. -2ഉം -1ഉം ആഡ് ചെയ്യണം. അതായത് -2 + -1, അതിൻ്റെ ആൻസർ -3 എന്നാണ്. -3 പ്ലസ് 6i - 3i, 6 - 3, അതിൻ്റെ ആൻസർ 3i എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സബ്ട്രാക്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ സബ്ട്രാക്റ്റിന് പകരം ഫൈൻഡ് ദ ഡിഫറൻസ് എന്നും വരാം. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് Z1 -1 + 6i ആൻഡ് Z2 -2 - 6i ഇങ്ങനെ വരാം. അല്ലെങ്കിൽ വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫൈൻഡ് Z1 - Z2 അല്ലെങ്കിൽ Z2 - Z1, ഏതെങ്കിലും ഒന്ന് വരാം. അപ്പോൾ Z1 - Z2 ആണ് ക്വസ്റ്റ്യൻ കാണേണ്ടതെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്യാം. Z1ൽ നിന്ന് Z2ഓ Z2ൽ നിന്ന് Z1ഓ മൈനസ് ചെയ്യാം. Z1 - Z2 ആണെങ്കിൽ -1 + 9i മൈനസ് ഒരു മൈനസ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷമാണ് Z2 എഴുതാവുള്ളൂ. -2 - 6i. ഓക്കെ, ഇനിയാണ് ഈ നെഗറ്റീവ് ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം -1 + 9i എന്നുള്ള ആദ്യത്തെ നമ്പർ താഴേക്ക് ഇറക്കി എഴുതാം. -1 + 9i മൈനസ് -2, അതായത് +2, പിന്നെ -6i, അതായത് +6i. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി റിയൽ പാർട്ട് ആഡ് ചെയ്യാം. -1 + 2, 1, 9i + 6i, 9 + 6 + 15i. ഓക്കെ,
അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഇനി Z2 മൈനസ് Z1 ആണ് കാണേണ്ടതെങ്കിലോ, Z2 മൈനസ് Z1, ആദ്യം Z2 എഴുതണം. -2 മൈനസ് 6i മൈനസ് -1 പ്ലസ് 9i. അപ്പോൾ നെഗറ്റീവ് വീണ്ടും -1 ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാം. ഓക്കെ, -2 മൈനസ് 6i മൈനസ് -1, അതായത് +1 മൈനസ് 9i മൈനസ് 9i. ഓക്കെ, ഇനി റിയൽ പാർട്ട് ആഡ് ചെയ്യാം. -2 1 -2 പ്ലസ് 1, -2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -1 പ്ലസ് -6i മൈനസ് 9i -6 മൈനസ് 9, അതായത് -15i. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. -6 മൈനസ് 9i. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് Z1 മൈനസ് Z2 ആണ്, Z2 മൈനസ് Z1 ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക.